ഇയാൾ അവസാന കാലം വരെ നമ്മളെ കൂടെ സന്തോഷമായിട്ട് പോകും എന്നൊരു ഉറപ്പ് വേണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾ സ്നേഹിക്കപ്പെടുന്ന ആ പെണ്ണിനോടൊന്ന് പറയിപ്പിച്ചാൽ മതി, ഇനി നിന്നെ പ്രേമിക്കുന്ന അവൻ അത്ര ശരിയല്ല കേട്ടോ, നിന്നെക്കുറിച്ച് ഒരുപാട് അപരാധങ്ങൾ പറയാം, നീ ആൾ ശരിയല്ല, വേറെ ചില തെറ്റായ പോക്കുകാരിയാണ് എന്നാണ് അയാളുടെ അഭിപ്രായം. പിന്നെ അയാൾ നിന്നെ സ്നേഹിക്കുന്നത് വെറുതെ അതേപോലെ ഒരു അറ്റൻഡിങ് മാത്രമാണ് കേട്ടോ, അയാളെ വിശ്വസിക്കരുത്. ഇന്ന് വെറുതെ ഒരു ഗ്രൂപ്പ് കഥ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ പെണ്ണിനോട് എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കുക. ഈ ഒരൊറ്റ വെടി മതി അവൾ എന്താണ്, അവൾ ആരാണ്, അവളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാകും. അതായത് ഈ വിഷയം മറ്റൊരു കൂട്ടുകാരിൽ നിന്നും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവൾ നിലം തുള്ളിച്ചാടിയ മാതിരി ചീത്ത വിളിച്ച് വളരെ അട്ടഹസിച്ച് വളരെ നമ്മളിനി എന്തെല്ലാം തരത്തിലുള്ള ഈ ലോകത്ത് ഇല്ലാത്ത വിധം ചീത്തകളും ആരോപണങ്ങളും പറയാം. അത്തരത്തിലൊക്കെ പറഞ്ഞ് നമ്മളെ തരം താഴ്ത്തി കുഴിച്ചു മൂടുന്നതിന് കഷ്ടമായിട്ട് തീയിട്ടിട്ട് അവൾ പോകും. മനസ്സിലായി? സഹിക്കില്ല. എന്നാൽ ഇത് നമ്മളിങ്ങനെ ആരോപണം പറയപ്പെടുന്നത് നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ ഉടല്ലേ, ആ പെണ്ണാണല്ലോ ഇങ്ങനെ നമ്മളെ നശിപ്പിച്ചിട്ട് പോയത്. എന്നാൽ അത് ശരിക്കും ഒരു പെണ്ണാണെങ്കിൽ അവിടെ സംഭവിക്കുക എന്താണെന്നറിയാവോ? ആരോടും പറയില്ല, ദൈവത്തോട് പറയും. മനസ്സാൽ പൊട്ടിക്കരയും. നീ വിവാഹം വേണോ വേണ്ടായോ എന്നൊക്കെ ആലോചിക്കും. എന്നെക്കുറിച്ച് ഇല്ലാവചന വലിയ പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒരു തെറ്റായ നടപ്പുകാരി അല്ലല്ലോ ദൈവമേ, പിന്നെന്താണ് ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത്? ആ കണ്ണുനീരിൽ അവൾ മുങ്ങിപ്പോകും. പക്ഷെ അധികം മുങ്ങാൻ നമ്മൾ അവസരം കൊടുക്കരുത്. എത്രയും പെട്ടെന്ന് അവളെ നമ്മൾ സംരക്ഷിക്കണം, രക്ഷിക്കണം. ഇനി ഒരു വർഷം കഴിഞ്ഞാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചതെങ്കിൽ ഒരു ദിവസം പോലും വൈകാതെ വിവാഹവും കഴിക്കണം. കാര്യം എന്താ വെച്ചാൽ, കാര്യം അവളെ മനസ്സിളകിപ്പോയി. ഒരു നല്ല സ്ത്രീയാണെങ്കിൽ മനസ്സിളകിയാൽ ഇങ്ങനെ കരഞ്ഞ് മറ്റാരോടും പറയാതെ ഒടുങ്ങി അവൾ ഈ ലോകം വിടും. പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതേസമയം ആദ്യം പറഞ്ഞ സ്ത്രീ ഉണ്ടല്ല, നമ്മളൊരു ആരോപണം ഉണ്ടാക്കി പറഞ്ഞു, അപ്പൊ നമ്മൾ തല്ലിക്കൊന്ന് കുഴിയിൽ മൂടി തീയിട്ടു, നശിപ്പിച്ചു. ലോകത്ത് എഴുതപ്പെടാത്തതും പറയപ്പെടാത്തതും ചീത്തകളും മറ്റാരോപണങ്ങളും പലതും പറഞ്ഞു. പക്ഷെ നമുക്കത് കേൾക്കാൻ നിർവാഹമുണ്ട്. കാര്യം വെച്ചാൽ നമ്മളല്ലേ ഇതിന് കാരണക്കാരൻ. പക്ഷെ അവൾ എന്തുകൊണ്ടത് പറഞ്ഞു എന്നതാണ് ആലോചിക്കേണ്ടത്. അതാണ് സയന്റിഫിക്കൽസായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. കാര്യം വെച്ചാൽ ഒരു വേശി സ്ത്രീയെ വേശി എന്ന് വിളിച്ചാൽ അവൾ പൊട്ടിത്തെറിക്കും, ഉറപ്പാണ്. അതേസമയം കുടുംബത്തിൽ പിറന്നൊരു മാന്യമായൊരു സ്ത്രീയെ ഈ വേശി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക?